കോഴിക്കോട് കോർപ്പറേഷൻ ഭരണത്തിൽ LDFന് മുന്നിൽ പ്രതിസന്ധികളേറെ. പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്തുള്ള തീരുമാനങ്ങൾക്ക് കോർപ്പറേഷൻ ഇനിയും പ്രസക്തിയുള്ളത്. മേയർ, ഡെപ്യൂട്ടി മേയർ പദവികളിൽ CPMനുള്ളിൽ അവ്യക്തത തുടരുകയാണ്. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഭരണത്തിലെത്തിയ ഇടതുമുന്നണിക്ക് കോഴിക്കോട്ടെ കോർപ്പറേഷൻ ഭരണം അത്ര സുഖകരമാകില്ല. കൗൺസിൽ യോഗത്തിൽ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ടു പോകുന്ന പതിവ് രീതി ഇനി തുടരാനും സാധ്യമല്ല. 76 സീറ്റുകളിൽ മത്സരിച്ച ഇടതിന് 35 ഇടങ്ങളിൽ മാത്രമായിരുന്നു ജയം. UDF 28ഉം BJP 13ഉമായിരുന്നു സീറ്റ് നില. അതിനാൽ തന്നെ മൂന്ന് മുന്നണികളും സമവായത്തിലൂടെ നീങ്ങിയാൽ മാത്രമേ കൗൺസിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ സമവായമുണ്ടാക്കാൻ എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഒരാളെ മേയറാക്കുക എന്നതാണ് ഇടതുമുന്നണിക്കകത്തെ ഇപ്പോഴത്തെ വലിയ പ്രതിസന്ധി. ഇത്തവണ സ്ഥിരം അധ്യക്ഷ പദവി കൂടി BJPയുടെയും UDFന്റെയും കൈകളിലേക്കെത്തും. സ്ഥിരം സമിതി അധ്യക്ഷ പദവി ഭരണപക്ഷത്തിരിക്കുന്നവർക്കാണെങ്കിലും ഇത്തവണ ഭരണസമിതിയുടെ അംഗബലം കുറഞ്ഞതിനാലാണ് ഈ സാഹചര്യം. അവിശ്വാസമുണ്ടായാൽ പോലും ഇടതിന് കനത്ത തിരിച്ചടിയാകും ഇത് നൽകുക. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് തൊട്ടുമുൻപ് നടത്തിയ പ്രധാന കൗൺസിലിൽ 6 മിനിറ്റിനുള്ളിൽ 246 അജണ്ടകളാണ് ഇടതുമുന്നണി പാസാക്കി വിട്ടത്. ജനം, കോഴിക്കോട്.